ഹലോ കൂട്ടുകാരെ, അപ്പോൾ വൈകുന്നേരം വീട്ടിലിരുന്നപ്പോൾ കരുതി നമുക്ക് പാനിപ്പൂരി റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഒക്കെ കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പാനിപ്പൂരിയുടെ ആ ഒരു സാധനം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മെനക്കേട് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 40 രൂപയോ 30 രൂപയോ കൊടുത്തിട്ട് കടയിൽ നിന്ന് പാനിപ്പൂരി മേടിച്ച് കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാണല്ലോ. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടാനുള്ള പച്ചമുളകും ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ വേണം ഇത് അരിയാനായിട്ട്. അപ്പോൾ വലിയ രീതിയിൽ അങ്ങനെ അരിയരുത്. അപ്പോൾ ആ ബൗളിൻ്റെ അകത്ത് നമുക്ക് ഇടാനുള്ളതാണല്ലോ. അപ്പം ഇത് ഇത്രയും കിഴങ്ങും കൂടെ നല്ല രീതിയിൽ ഉടച്ചത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിച്ച ആ ഒരു ചെറിയൊരു പൊടി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് എനിക്ക് തോന്നുന്നു കസൂർ മേത്തി എന്തോ ആണെന്ന് തോന്നുന്നു, എന്തോ ആണെന്ന് അറിയത്തില്ല. അതുകൂട്ടത്തെ ഒരു സ്മെല്ലാണ് അതിന്. അപ്പോൾ അത് നമ്മൾ കുറച്ചിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ആ പുളിവെള്ളത്തിൻ്റെ അകത്തും അതൊന്ന് ഇട്ട് കൊടുക്കണം. പുളി നല്ല രീതിയിൽ ഞെവിടിയിട്ട് ആ വെള്ളം എടുക്കണം. അതാണ് പിന്നെ നമുക്ക് വേണ്ട ഇതിൻ്റെ അകത്തെ ആ ഒരു വെള്ളം. അത് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് കുടിക്കണം. പക്ഷേ സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ 30 രൂപ കൊടുത്ത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി ഒരുപാട് നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ കഴിക്കാം. അപ്പോൾ കുഞ്ഞാപ്പി ഭയങ്കരമായിട്ട് ഇത് ചടപടയെന്നും പറഞ്ഞ് കഴിക്കുകയാണ്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.